വെൽക്കം ടു സെലു സ്പൈസി കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത പാലട പായസമാണ്. ആദ്യമായി പാലട വേവിച്ചെടുക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. 1/2 ലിറ്റർ വെള്ളം ഒഴിക്കുക. പാലട ഉണ്ടാക്കാനായിട്ട് ഞാൻ 100 ഗ്രാം അട എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അട വേവിക്കാനായി ചേർത്ത് കൊടുക്കുക. അട ഇട്ട ശേഷം പെട്ടെന്ന് തന്നെ ഒരു തവി കൊണ്ട് ഇളക്കാൻ ശ്രമിക്കുക. അട അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഫ്ലെയിം മീഡിയം ആക്കി വെക്കുക. വെള്ളം നന്നായി തിളച്ച് അട വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മീഡിയം ചൂടിലാണ് അട വേവിച്ചെടുക്കേണ്ടത്. അട നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അട സ്റ്റെയിനറിലേക്ക് കോരി വെക്കാം. കോരി വച്ചിരിക്കുന്ന അട പച്ചവെള്ളത്തിൽ നന്നായി കഴുകുക. അടയിലുള്ള പശപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അര ലിറ്റർ പായസത്തിന് വേണ്ടി 1 ലിറ്റർ കൊഴുപ്പോട് കൂടിയ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി പായസം ഉണ്ടാക്കാനായി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. പാൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ചൂടിലാണ് പാൽ തിളപ്പിക്കേണ്ടത്. പാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു തവി കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാൽ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയം 100 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ആക്കി ഒരു അരമണിക്കൂർ തിളപ്പിച്ച് പാൽ പകുതി വരെ വറ്റിച്ചെടുക്കണം. പാൽ തവികൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒരു പിങ്ക് കളർ ആകുന്നത് വരെ 15 മിനിറ്റ് കൂടി പാൽ കുറുക്കിയെടുക്കാം. പാൽ നന്നായി കുറുകി വന്നിട്ടുണ്ട്. വേവിച്ചു വച്ചിരിക്കുന്ന അട പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. തവി കൊണ്ട് അട നന്നായി യോജിപ്പിക്കുക. 5 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. ഇളക്കി കൊണ്ടേയിരിക്കണം. അട പാലിൽ കിടന്ന് നന്നായി തിളച്ച് പായസം കുറുകി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് 10 മിനിറ്റ് പായസം അടച്ച് വെക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം പായസം ചൂടോട് കൂടി വിളമ്പാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.